പൊന്നോ ആ ബെന്നിയൻ ചുരിദാറാണോ കുഞ്ഞു ഇട്ടേക്കുന്നത്? ചുരിദാറാണോ? മാമി താക്കോല് ആട് വളർന്ന കിടാവായി പേര് കിട്ടോ? ഞാൻ മാമിയെ നോക്കിയിരിക്കുവായിരുന്നു. കപ്പലണ്ടി തരാം. ഇതിപ്പം കുഞ്ഞോന്റെ ഞാൻ കുട്ടിന്റെയും കൂട്ടുണ്ട്. മാമി തരാമെന്ന് പോന്നില്ലേ മാമനോട്? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ. പിന്നെ അമ്മയും മോനുകുട്ടനോട് ഇപ്പൊ വരും. അവിടെ കഥവ് കൂട്ടാൻ പ്രയാസമായതുകൊണ്ട് മോനുകുട്ടൻ അവിടെ നിൽക്കും അമ്മയുടെ കൂടെ വരാന്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു, പുളിമുട്ടായി മേടിച്ചു, ബസുമതി റൈസ് മേടിച്ചു കേട്ടോ. ഇടയ്ക്ക് നമുക്ക് തോന്നുമല്ലോ ബിരിയാണി കഴിക്കണമെന്നും ചിക്കൻ കഴിക്കണമെന്നും കുക്കർ ബിരിയാണി കഴിക്കണമെന്നൊക്കെ ഇടയ്ക്കൊക്കെ തോന്നും. അതിനാട്ടോ പിന്നെ ചിക്കൻ വാങ്ങിച്ചേ. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ ചിക്കൻ അങ്ങ് എടുക്കണം, വേറെ ഒന്നും ഇരിപ്പില്ല. അതുകൊണ്ട് ചിക്കൻ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നാളെ അത്രയും ജോലി കുറഞ്ഞിരിക്കുമല്ലോ. രാവിലെ പള്ളിയിൽ പോകണമെന്ന് കണ്ടാട്ടോ. ബ്രെഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മഴയൊന്നും ഇല്ലാതെ ദൈവം അനുവദിക്കട്ടെ. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ കണ്ടു. ഞാൻ കപ്പലിന് മേടിക്കാൻ കയറി കണ്ടു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. അമ്മക്കിളി അല്ലേന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു കാണാറുണ്ടോ എന്ന് ചോദിച്ചു. കാണുമെന്ന് പറഞ്ഞു. പോയി. ഞാൻ കപ്പലിന് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നപ്പം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കഴിച്ച് തീർന്നൊന്നുമില്ല. നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ വൈകിട്ട് ചായയുടെ ഒക്കെ കൂടെ വേണേൽ കുറിക്കാലോ എന്ന് വിചാരിച്ച് ഇത്രയും കൂടെ മേടിച്ചത് കേട്ടോ. ഒരു പൊതി മാമിക്ക് കൊടുത്തു. മാമിക്ക് കപ്പലിന് ഭയങ്കര ഇഷ്ടം. പിന്നെ ചോറ് അമ്മ ചോറിച്ചിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് ഒഴിച്ചിട്ട് ചോറ് ഇരിപ്പുണ്ട്, നോക്കട്ടെ. പിന്നെ നമ്മുടെ ചൗച്ചൗ വെച്ചത് ഇരിപ്പുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോയി ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. എൻ്റെ പ്രിയങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഒരുപാട് സ്നേഹം വീണ്ടും വീണ്ടും അറിയിക്കുവാണ്. പിന്നെ മോനുക്കുട്ടൻ കരഞ്ഞതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓരോരുത്തരും എത്ര സ്നേഹത്തോടെ, അമ്മമാരുടെ ആ സ്നേഹം സ്വന്തം മക്കളോടെന്ന പോലെ തന്നെ അവരോട് സ്നേഹം കാണിക്കുന്നതിന് എൻ്റെ പ്രിയങ്ങളോടെല്ലാം ഒരുപാട് 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 സ്നേഹം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പു വന്നിട്ടുണ്ടായിരുന്നു. അപ്പു ഇന്ന് തിരിച്ചു പോയെ. അപ്പുവിന് പനിയൊക്കെ ആയിരുന്നു. എന്നാലും അപ്പു ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചു. ഇന്ന് തിരിച്ചു പോവായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പേനയൊക്കെ മേടിച്ചു വെച്ചിരുന്നില്ല, അത് ചമ്മന്തിപ്പൊടിയും പിന്നെ അമ്മ വെള്ള നാരങ്ങ അച്ചാറിട്ട് ചോദിച്ചായിരുന്നു അവന് വെള്ള നാരങ്ങ ഉണ്ടോന്ന്. അപ്പൊ അമ്മ അത് കുറച്ച് അവിടെ കണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അതും തന്നിട്ടെല്ലാം കൊടുത്തു വിട്ടു. ഇനിയും അവര് ചിലപ്പം അവധിയാണെങ്കിൽ ഓണത്തിനേക്ക് വരുമല്ലോ. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. അത്രയും ദിവസം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് മതിയാവും. അപ്പൊ അത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി അപ്പോ ഇന്ന് വൈകിട്ടത്തെ ബസ്സിന് കയറും. നാളെ രാവിലെ അപ്പോ അവിടെ ചെല്ലും കേട്ടോ. അമ്മമ്മയും കൊച്ചുമോനും കൂടി വരുന്നുണ്ട്. ഇതേ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് കണ്ടിരിക്കുന്നുണ്ട്. ഈ മോനുകുട്ടനെ കാണിച്ചോണ്ട് മോനുകുട്ടൻ മൊത്തവും കൂടെ എടുത്തങ്ങ് ഒന്നിച്ചാൽ കഴിച്ചു തീർപ്പേ. ചുമ്മാ ടിവിയുടെ മുന്നിൽ പോയിരുന്നു ഇനി കുറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനത് കുറേശ്ശെ ഒരു പാത്രത്തിലിട്ടേ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് ഇത് മാറ്റി വെക്കും. ഇതിപ്പോ കണ്ടില്ല, അതുകൊണ്ടായിരുന്നത്. ഞാനിപ്പ വരാട്ടോ, ജോലിയുണ്ട്. ചൂടാന്നോ?
കൊണ്ടുപോയി. ഉള്ളിയൊക്കെ എടുക്കാം. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ചിക്കന് ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചാൽ പിന്നെ താമസമാണ്. അതുകൊണ്ട് അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴറ്റി അങ്ങ് ചേർത്താൽ മതി. അല്ലെങ്കിൽ സാധാരണ ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി മസാലയൊക്കെ ചേർത്തിട്ട് അതിനകത്തോട്ടാണ് ചിക്കൻ ഇടുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ എടുക്കാൻ സമയമില്ല, ഒരുപാട് താമസിക്കും. പിന്നെ ദേഹത്ത് വേദനയുടെയും കാലിൻ്റെ വേദനയുടെയും കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് വൈറ്റമിൻ ഡി കഴിക്കണം, എന്താണ് HB ESR ഒക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. HB എനിക്ക് തീരെ കുറവൊന്നുമല്ല, എന്നാലും ആവശ്യത്തിന് ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല, ഒരു ബോർഡർ ലൈനാണ്. പിന്നെ വൈറ്റമിൻ D3 ഞാൻ ഓൾറെഡി കഴിക്കുന്നുണ്ട്, RCC അത് തന്നിട്ടുണ്ട്. അത് നമ്മൾ റെഗുലർ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ വേറെ എന്താണ്, HB കൂടാനുള്ള മരുന്നൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വേദന വന്നതിന്റെ കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഭാരം എടുത്തിട്ടാണെന്ന് തോന്നുന്നു, വേറെ ഒന്നും ഓർമ്മയിലില്ല. അതുകൊണ്ടാവാനാണ് സാധ്യത. പിന്നെ തലവേദനയുടെ കാര്യവും എല്ലാവരും പറഞ്ഞായിരുന്നു ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ. ഡോക്ടറെ കാണിച്ച മെഡിസിൻ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോ നവംബറിലാണ് എനിക്ക് RCCയിൽ പോകാനുള്ളതെന്ന്. മാമോഗ്രാം ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഈ 6 മാസം എന്നുള്ളത് 1 year ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട്. കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം ചെക്കപ്പിന് ചെന്നപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് എന്നോട് എമർജൻസി ആയിട്ട് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് പോയി ചെയ്തായിരുന്നു. ഡോക്ടർ നോക്കിയപ്പം നമ്മുടെ റൈറ്റ് ബ്രസ്റ്റ് ചെക്ക് ചെയ്തപ്പം ചെറിയൊരു തടിപ്പ് ഡോക്ടർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ എമർജൻസി ആയിട്ട് മാമോഗ്രാം ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനി ഇത് ഇയർലി നമ്മൾ മാമോഗ്രാം ചെയ്യാറുണ്ട്, അതാണ് ഈ ചെയ്യുന്നത്. ഈ നവംബറിൽ അതിനാണ് ഡേറ്റ് എടുത്തേക്കുന്നത്. ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു. RCCയിലെ ട്രീറ്റ്മെന്റിന് പോകുമ്പം എല്ലാവരും അതാണ് മെയിൻ പ്രശ്നം. മാമോഗ്രാമും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് ബയോപ്സി എടുത്തത് അമൃതയിലാണ്, എറണാകുളത്ത്. അവിടെ തന്നെ സർജറിക്ക് വേണ്ടിയിട്ട് പോകാനൊക്കെ തുടങ്ങിയപ്പം നമ്മുടെ പലരും പറഞ്ഞു RCCയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന്. പക്ഷെ അന്നേരം ഞാൻ കാണിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു RCCയിൽ പോയാൽ സർജറിക്ക് ഡേറ്റ് കിട്ടാൻ പ്രയാസമായിരിക്കും, നോക്കെന്ന് പറഞ്ഞാണ് വിട്ടത്. ഭാഗ്യത്തിന് എന്തോ ഒരു ഇതിന് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നല്ല സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തന്നെ എന്താണ് സ്കാനിങ്ങും അവിടെയുള്ള ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞു. പിന്നെ മാമോഗ്രാം റിസൾട്ട് അവിടെ വീണ്ടും ചെയ്യണമായിരുന്നു, അതെല്ലാം ചെയ്തു. പിന്നെ എന്താണ് ഇവിടുന്ന് പതോളജിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ കൊണ്ടു കൊടുത്തു, അമൃതയിൽ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് സ്പീഡപ്പായിട്ട് നടന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ ഡേറ്റിന് വിഷയമൊന്നും വന്നില്ല. അപ്പോൾ ഇപ്പം മാമോഗ്രാമിന് ഡേറ്റ് എടുക്കാൻ ചെന്നപ്പോഴും 2025 ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വർഷത്തെ മാമോഗ്രാം ആണ്, അപ്പം അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നോക്കി കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് അവർ ഒത്തിരി പ്രയാസപ്പെട്ടാണ് ഈ നവംബറിലെ ഡേറ്റ് തന്നേക്കുന്നത്. സവാള പൊളിക്കുമ്പോഴേ ഞാൻ കരയാൻ തുടങ്ങുന്നതാണ്. പക്ഷേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. നമ്മൾ സവാള പൊളിക്കുന്ന സമയത്ത് ഈ ഭാഗം ആദ്യം കട്ട് ചെയ്താൽ നമ്മൾ നല്ല പോലെ നിറഞ്ഞ് കണ്ണുനീര് വരും. പക്ഷെ ഈ ഭാഗം അത്രയും ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി, അത്രയും കണ്ണ് നിറയത്തില്ല. കണ്ണ് നീറും, എന്നാലും അത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടു. ഒരു ഷെഫാണ് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇത് എടുത്തപ്പോ അത് ഓർത്തു. ഞാൻ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് അത്രയും കണ്ണ് നീറ്റില്ല. അല്ലെ ഇപ്പൊ ഞാൻ എന്റെ കണ്ണ് നേറി ഉപ്പാട് വന്നേനെ. അത് ചിക്കൻ മാറത്തി അങ്ങോട്ട് മാറി നിൽക്കും. രാവിലെ മേലൊക്കെ കഴുകി ഞാൻ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് പോയി കേട്ടോ. ഞാൻ വന്നപ്പോഴും അതേ ഡ്രസ്സോടെ ഇരിക്കണം, കുളിച്ചില്ലായിരുന്നു. ഇപ്പൊ വന്ന് കുളിച്ചതാ. കുളിച്ചില്ലയോ എന്ന് ചോദിച്ചപ്പോഴാ സുന്ദരക്കുട്ടപ്പനായി. ആര് പറഞ്ഞല്ലോ? അരിഞ്ഞോണ്ട് വരട്ടെ, കഴുകി അരിഞ്ഞോണ്ട് വരാം കേട്ടോ. ഇത് ഗോപികയുടെ അമ്മ. ഗോപികയെ കണ്ടിട്ടുണ്ട്, ഗോപികയുടെ അമ്മയെ കണ്ടിട്ടില്ല.
എന്റെ സബ്സ്ക്രൈബേഴ്സ്. മതി 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 മതി. കരിയാപ്പല തീർന്നായിരുന്നു. മക്കളെ ഇതൊന്ന് ആ ബേസിനകത്ത് ഇട്ടെ. വേറെ പായസം ഇതെല്ലാം ഗോപികയുടെ അമ്മ കൊണ്ട് തന്നെ കേട്ടോ. പേരക്ക, പിന്നെ ലഡു, പിന്നെ മുന്തിരിങ്ങ, പിന്നെ ശബരിമലയിലെ അരവണ പായസവും പളനിയിലെ പഞ്ചാമൃതവും. അവര് ഗോപികയുടെ ഹസ്ബൻഡ് പോയേക്കുവായിരുന്നേ. അവിടുന്ന് വന്നപ്പോ കൊണ്ട് തരാൻ വന്നത് ഹസ്ബൻഡ് ചേച്ചി കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്തു, ഞങ്ങൾ എടുത്തില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് സവാളയൊക്കെ വഴറ്റാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വെന്തു. ഇനിയിപ്പൊ നമുക്ക് എളുപ്പം തന്നെ ആക്കാം കേട്ടോ. കരിയാപ്പില എടുക്കാൻ മോനുകൂട്ടം തന്നല്ല, ഞാനിവിടെ പോയ കേട്ടോ. എന്നോട് ആരൊക്കെയോ പറഞ്ഞു ഫ്രിഡ്ജിലത്തെ കഥ കടച്ചിടണം, അങ്ങോട്ട് നോക്കുമ്പോ പേടി വരുന്നുണ്ട് എന്നൊക്കെ. അവിടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കര കുറ്റിയാകുറ്റി ഇരിക്കുക അങ്ങനെ തോന്നുന്നേ കേട്ടോ. തൊട്ട് മുകളിൽ റോഡാണ്. അപ്പം അവിടൊക്കെ വീടൊക്കെ ഉണ്ട്. താഴെ നമ്മുടെ വീടിന് താഴെ വേറെ വീടുണ്ട്. പേടിക്കാനുള്ള ഒന്നുമില്ല. പിന്നെ നമ്മുടെ വീടിന്റെ ഈ സൈഡിൽ നിന്നാല് കറിവേപ്പില പറിക്കാം. അതിന്റെ മുകളിൽ ഇങ്ങനെ മുകളിലോട്ട് വന്നിപ്പോൾ ഞാൻ എടുക്കാൻ ഇറങ്ങി. അപ്പൊ മോൾക്കൊക്കെ പറഞ്ഞു അവന് എടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ കൂടെ അവിടെ പോയി ഇപ്പൊ ഉണ്ടായിരുന്നു. തന്നെയല്ല കേട്ടോ. വെടിമണിയായി നമുക്ക് ചോറുണ്ണാം. മല്ലിയിലയും കൂടിടാം. ഉമ്മയ്ക്ക് ചോറുളക്കട്ടെ. ചമ്മന്തി വെക്കണോ? ചമ്മന്തി ആ വെക്കട്ടെ എല്ലാം. അവിടെ കളയായിരുന്നു ചോറ്. ഇതെന്തോ ഈ ചമ്മന്തിയും ഇതൊക്കെ മാറ്റി ഇങ്ങനെ വെച്ചേക്കുന്നത്? അപ്പൊ ഇപ്പൊ ഇന്ന് 6 മണിക്ക് കയറിയുണ്ടാവേ. ആ നമുക്ക് ചോറ് വിളമ്പാം. ചോറും പിന്നെ ചൗ ഉണ്ടാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്. ഞാൻ അതുകൊണ്ട് ഇതിന്റെ ഷോർട്ട് വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നെ പോലെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വാങ്ങിച്ച് കഴിക്കണം എന്നാണ് ഇത് കഴിച്ചതിന് ശേഷമുള്ള എൻ്റെ അഭിപ്രായം കേട്ടോ. പിന്നെ ദേ ചിക്കൻ റോസ്റ്റ് ആണ്, കറിയൊന്നും ആക്കിയില്ല, റോസ്റ്റാ കേട്ടോ.
അതെടുത്തു. തേങ്ങ ചമ്മന്തി അതും എടുത്ത് കേട്ടോ. പച്ചമോരുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല, എനിക്ക് വേണ്ട, എനിക്ക് ചമ്മന്തി ഉള്ളത് കൊണ്ട്. എൻ്റെ പ്രിയങ്ങളെ പതിവ് പോലെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ നല്ല മനസ്സിനും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഒച്ച പോയി. നന്മകൾ ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ടാറ്റാ. ഓക്കെ, ബായ്, സി യു. ചക്കരയുമ്മ എല്ലാവർക്കും കേട്ടോ, എൻ്റെ പ്രിയങ്ങൾക്കെല്ലാവർക്കും. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.